ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 1-ാം സർഗത്തിലെ 13-ാമത്തെ ശ്ലോകം. പ്രണയപരിണതാഭ്യാം പ്രാഭവാലംബനാഭ്യാം പ്രണയപരിണതാഭ്യാം പ്രാഭവാലംബനാഭ്യാം പ്രതിപദലളിതാഭ്യാം പ്രത്യഹം നൂതനാഭ്യാം പ്രതിമുഹുരധികാഭ്യാം പ്രസ്നുവല്ലോചനാഭ്യാം പ്രഭവതു ഹൃദയേന പ്രാണനാഥഃ കിശോരഃ. പദം ഒന്ന് പരിചയപ്പെടാം. പദങ്ങൾ: പ്രണയ പരിണതാഭ്യാം പ്രാഭവാലംബനാഭ്യാം. ആലംബനം പ്രഭവാലംബനാഭ്യാം പ്രഭവ ആലംബനം പ്രഭവാലംബനാഭ്യാം പ്രതിപദ ലളിതാഭ്യാം പ്രത്യഹം നൂതനാഭ്യാം പ്രതിമുഹുഃ അധികാഭ്യാം പ്രതിമുഹുർ അധികാഭ്യാം. ഒരു പ്രതിമുഹുർന്ന് പറയാം. അതുപോലെ തന്നെ പ്രതിമുഹുഃ അവിടെ ഒരു വിസർഗവും ആയിട്ട് നമുക്ക് അതിനെ പിരിക്കാം. പ്രതിമുഹുർ അധികാഭ്യാം അല്ലെങ്കിൽ പ്രതിമുഹുഃ അധികാഭ്യാം. അപ്പോൾ രാ വരുന്ന അവിടെ ഒരു രാ എന്നുള്ള അക്ഷരം വരുന്നുണ്ട്. പക്ഷേ വായിക്കുമ്പോൾ പ്രതിമുഹുർ അധികാഭ്യാം എന്ന് വായിക്കണം. പ്രസ്നുവല്ലോചനാഭ്യാം പ്രഭവതു ഹൃദയേ നഃ പ്രാണനാഥഃ കിശോരഃ. പ്രാണനാഥ കഴിഞ്ഞ് ക വിസർഗമുള്ളത് കൊണ്ട് കി എന്നുള്ള അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കണം. പ്രാണനാഥഃ കിശോരഃ. അർത്ഥം: സ്നേഹം കൊണ്ട്, പ്രണയം കൊണ്ട്, പരിണതാഭ്യാം അതിന് പരിണിതമായതും അതുകൊണ്ട് എല്ലാം ഒന്ന് നികന്നു വന്നതായിട്ടും, അതായത് പ്രണയത്താൽ വളരെ പദം വന്നതായും അർത്ഥത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ശരി, അത് തന്നെയാണ്. അതങ്ങ് മനസ്സിൽ ഉറച്ചതായിട്ടും. പ്രാഭവാലംബനാഭ്യാം പ്രഭാവം കലർന്നതായിട്ടും പ്രഭാവമുള്ളവനായിട്ടും. അത് പ്രതിപദ ലളിതാഭ്യാം ഓരോ കുറേശ്ശെ ആണെങ്കിലും ലാളിത്യമേറുന്ന സ്വഭാവത്തോടു കൂടിയതും. പ്രത്യഹം നൂതനാഭ്യാം എന്ന് വെച്ചാൽ എന്നും പുതുമയുള്ളതാണ്. ഭഗവാന്റെ ഓരോ കാര്യങ്ങളും എന്നും പുതുമയുള്ളതാണ്. അതുപോലെ പ്രതിമുഹു അധികാഭ്യാം, അതുകൊണ്ട് പ്രതിമുഹുഃ അധികാഭ്യാം ഓരോ പ്രാവശ്യവും വീണ്ടും മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങനെ ഓരോ പ്രാവശ്യവും അധികാഭ്യാം വലുതാകുന്നതുമായ വികസിക്കുന്നതുമായ പ്രാണനാഥ കിശോര എന്ന് പറഞ്ഞ് കിശോര എന്നുള്ള വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് കിശോര ഭാവം, അതായത് ശ്രീകൃഷ്ണൻ്റെ കിശോരഭാവം എന്ന് പറഞ്ഞാൽ കുട്ടിയായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ രൂപം എന്നാണ് അർത്ഥം. കുട്ടിയായിരിക്കുന്ന കൃഷ്ണനെയാണ് കിശോര, കുഞ്ഞ് എന്നുള്ള നമ്മൾ പറയില്ലേ, കുഞ്ഞ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ആണ് കൃഷ്ണനെ ഇവിടെ കാണുന്നത്. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ വാഴണം? ഹൃദയേ പ്രഭവതു, പ്രഭു ആയിട്ട് ഞങ്ങളുടെ മനസ്സിൽ വാണരുളയണമേ എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഭഗവാനെ കാണേണ്ടത്? ഭഗവാനെയല്ല, കൃഷ്ണനായ കുഞ്ഞു കൃഷ്ണൻ, ആ ഉണ്ണികൃഷ്ണനെ, കിശോരഭാവത്തിലുള്ള കുട്ടിയായ കൃഷ്ണനെ ഞങ്ങളുടെ മനസ്സിൽ പ്രഭുവായിട്ട് കാണിച്ചു തരണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാർത്ഥം. അത് ഓരോ വാക്കുകളും നല്ല പ്രാസം, അതായത് ആദ്യ പ്രാസമാണ് ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ കൂടുതൽ കണ്ടത്. ആദ്യത്തെ ലൈൻ തുടങ്ങുന്നത് ഒരു ലൈനുകളുടെയും ഓരോ ഇതിൻ്റെ ആദ്യത്തെ വാക്ക് അക്ഷരം എല്ലാത്തിനകത്തും പ്രായ. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് അത് ശ്ലോകങ്ങളിൽ ഓരോ ശ്ലോകവും ഓരോ ലൈനുകളും ഓരോ വരികളും തുടങ്ങുന്നത് എന്നുള്ള ആ പ്രാസം ഒപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് നന്നായിട്ടുണ്ട്. നല്ല സുന്ദരമായ ശ്ലോകമാണ്. അത് ഓരോ ശ്ലോകങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും
കൃഷ്ണൻ്റെ ഇതാ നല്ല ശ്ലോകമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് വായിക്കുമ്പോൾ തോന്നുക ഇതാണ് ഒന്നുകൂടെ ഭംഗി. ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണനകൾ മാത്രമാണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ഗോകുലത്തിൽ വളർന്ന അതും പിന്നെ കുറേ ഭാഗം അവസാന ഭാഗത്ത് മാത്രം കുറച്ച് അല്ലാത്തതുമുണ്ട്. അല്ലാതെ ബാക്കി കൂടുതലും കൃഷ്ണൻ്റെ ആ ചെറിയ കാലത്തിലെ വൃന്ദാവനം, ഗോകുലം, വൃന്ദാവനം ആ ഒരു ഭാഗമാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഹരി ഓം.